അമ്പലത്ര സ്നേഹവീടിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 8 നടത്തുന്ന സംസ്ഥാനതല ഭിന്നശേഷി കലാമേള അഭിന്നം 2024 ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. കലോത്സവത്തിലേക്കായി മണ്ണിന്റെ കാവലാൾ സമാഹരിച്ച കലവറ വിഭവങ്ങൾ സംഘാടക സമിതി ഭാരവാഹികൾക്ക് കൈമാറി. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. സ്നേഹവീട് അമ്പലത്രയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സംസ്ഥാനതല ഭിന്നശേഷി കലാമേള അഭിന്നം സംഘടിപ്പിക്കുന്നത്. സെപ്റ്റംബർ 8 രാവിലെ 9:30 മുതൽ അമ്പലത്ര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മേളയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികളായ ഡോക്ടർ അംബിക സുധൻ മാങ്ങാട്, അമ്പലത്ര കുഞ്ഞികൃഷ്ണൻ, രാജേഷ് കറിയ, തേജ സുരേഷ് എന്നിവർ കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എന്താണ് പ്രധാനമായി ചെയ്യേണ്ടത് എന്ന ആലോചന നടത്തിയപ്പോഴാണ് ഭിന്നശേഷി കുട്ടികളുടെ കലാമേള സംഘടിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അത് സംസ്ഥാന തലത്തിലായിക്കോട്ടെ എന്നുള്ള ഒരു ധാരണയുമായി ഇക്കഴിഞ്ഞ മെയ് 5-ാം തീയതിയായിരുന്നത് നടത്തിയേണ്ടിയിരുന്നത്. അന്നത്തെ കാലാവസ്ഥയുടെ ഉഷ്ണതരംഗം എന്നൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മുന്നിച്ച് നീട്ടിവെക്കുകയായിരുന്നു. 200ഓളം കുട്ടികൾ ഇതിനകത്ത് പങ്കെടുക്കുന്നു. ഇതിനുള്ളൊരു സവിശേഷതാവുന്നത് മത്സരമല്ല. നമ്മൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ഒപ്പം ഓരോ സ്കൂളിലും നമ്മൾ നോക്കുന്നത്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള 13 സ്കൂളുകൾ പങ്കെടുക്കുന്ന കലാമേള സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ എച്ച് ദിനേശൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ സിനിമാ നടനും സംവിധായകനുമായ മധുപാൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. 200ഓളം കുട്ടികൾ കലാപ്രകടനങ്ങളുമായി മേളയെ വർണ്ണാഭമാക്കും. കലാമേളയുടെ മാതൃകാപരവും വിജയകരവുമായ നടത്തിപ്പിലേക്കായി മണ്ണിന്റെ കാവലാൾ സമാഹരിച്ച വിഭവങ്ങൾ സംഘാടക സമിതിയെ ഏൽപ്പിച്ചു. അമ്പലത്ര പോലീസ് സ്റ്റേഷനിലെ SI കെ ലതീഷാണ് സ്നേഹവീട്ടിൽ വെച്ച് വിഭവങ്ങൾ കൈമാറിയത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും ഭിന്നശേഷി കുട്ടികൾക്കുമായി സ്ഥാപിച്ച സ്നേഹവീട്ടിൽ ഫിസിയോ, സ്പീച്ച്, ഒക്യുപേഷണൽ, ബിഹേവിയർ തെറാപ്പികൾ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ ട്രെയിനിംഗ്, അഡൽട്ട് ഡേ കെയർ, കൗൺസിലിംഗ് എന്നീ സേവനങ്ങൾ നൽകുന്നുണ്ട്. അവിടെ സ്നേഹവീട് എന്നൊരു സങ്കല്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 100ഓളം കുട്ടികൾക്ക് പലതരത്തിലുള്ള തെറാപ്പികൾ സൗജന്യമായി നൽകുന്നതിലൂടെ ആ കുട്ടികൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മാനസികമായ ശാരീരികമായ പുരോഗതി അത് വളരെ വലുതാണ്. ഇത് സമൂഹം തിരിച്ചറിയേണ്ട ഒന്നാണ്. 15 ജീവനക്കാരാണ് നിലവിലിവിടെയുള്ളത്. കലാമേളയുടെ സമാപന പരിപാടിയിൽ സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രശംസ പിടിച്ചുപറ്റിയ ഹൂഫിറ്റ് ഡാൻസ് കമ്പനി നൃത്തം അവതരിപ്പിക്കും. തുടർന്ന് ജനനി അമ്പലത്തറയുടെ നാടൻപാട്ടുണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.